ഹലോ ഓൾ, റമലാൻ സീരീസിലത്തെ ഫസ്റ്റത്തെ ഡിഷ് വേറൊന്നുമല്ല, ബീഫ് സ്റ്റീക്ക്. സാധാരണ എല്ലാ വീട്ടിലും ഫസ്റ്റത്തെ നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാവുന്നത് പത്തിരി ഇറച്ചിയായിരിക്കും. പക്ഷെ നമ്മൾ ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടി ഫസ്റ്റത്തെ നോമ്പിന് മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കുന്നത് ബീഫ് സ്റ്റീക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബീഫ് സ്റ്റീക്കിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ബീഫാണ്. അപ്പോൾ ആദ്യം തന്നെ അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം. അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കുത്തി കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുരുമുളക് പൊടിയും ഉപ്പും നല്ല സൈഡും നല്ല തേച്ച് സെറ്റാക്കി കൊടുക്കുക. നല്ല ഫോർക്ക് ഉപയോഗിച്ച് കുത്തണം, എന്നാലാണ് നമ്മൾ കുരുമുളകും ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അലിഞ്ഞു പോവുള്ളൂ. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മളൊരു പാൻ വെച്ച് അതിൽ കുറച്ച് ബട്ടർ ഇട്ടാൽ മതി. അതൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഈ സെറ്റാക്കി വെച്ചിട്ടുള്ള ബീഫ് സ്റ്റീക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഓയിലോ അല്ലെങ്കിൽ വീണ്ടും ബട്ടറോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ഈ ബീഫിൻ്റെ നെയ്യ് തന്നെ ഇറങ്ങിയിട്ട് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വാട്ടർ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഓയിലും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. രണ്ട് സൈഡും ഒരേപോലെ മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിൽ ആഡ് ഓൺ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗാർലിക്ക് മാത്രമാണ്. ഈ സ്റ്റീക്കിന് ഒരു കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്പായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പൊട്ടാറ്റോ മാഷ് ചെയ്തതാണ്. അപ്പോൾ അതാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പൊട്ടാറ്റോ പുഴുങ്ങിയെടുക്കുക. അത് നന്നായി മാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൽ ഈ ഗാർലിക്ക് സോട്ട് ചെയ്തെടുക്കുക. ഈ സോട്ട് ചെയ്ത ഗാർലിക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ഇളക്കി നല്ല കുറുക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ബീഫ് സ്റ്റീക്കും റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ഓയിലും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റീക്ക് കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ